ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും തിരക്കേറിയ നടനാണ് ലാലേട്ടൻ എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ലല്ലോ. ഈ 2024 വർഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ലാലേട്ടൻ സിനിമകളുടെ സീരീസുകളുടെ റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 2024 ആദ്യ റിലീസായിട്ട് മലക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തി പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെങ്കിലും വീണ്ടും ഒരു 2023 ലാലേട്ടന്റെ കാര്യത്തിൽ ആവർത്തിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ആരാധകരും നമ്മുടെ സിനിമാ പ്രേമികളും. 2023 എലോൺ തുടക്കത്തിൽ നിരാശപ്പെടുത്തി, പിന്നീട് വന്ന ജയിലർ ആണെങ്കിലും ഒപ്പം തന്നെ നേരാണെങ്കിലും വേറെ ലെവൽ വിജയം നേടിയെടുത്ത തിയേറ്ററുകളിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണല്ലോ കഴിഞ്ഞ വർഷം കണ്ടത്. അത് തന്നെ ഈ 2024 സംഭവിക്കുമെന്നാണ് ഇപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ലാലേട്ടന്റെ 8 സിനിമാ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അടുത്ത 5 മാസങ്ങൾക്കിടയിൽ ലാലേട്ടന്റെ 8 സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് എയ്ഡൻ എന്ന സിനിമയാണ്. ക്ലബ് എഫ്എമ്മിന്റെ ആദ്യ റേഡിയോ സിനിമയായിട്ട് ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയായിട്ട് ഈ ആഴ്ച റിലീസ് ചെയ്യുകയാണ് എയ്ഡൻ. ഒരു ഹൊറർ ത്രില്ലർ സിനിമയായിട്ട് റേഡിയോ സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ലാലേട്ടന്റെ ജന്മദിനത്തിൽ പുറത്തുവന്ന ട്രെയിലറിന് നല്ല അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. ഈ ആഴ്ച ജൂലൈ 19 വൈകിട്ട് 7 മണിക്കാണ് എയ്ഡൻ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. 2023 സ്പടികം എന്ന സിനിമ റീ റിലീസ് ചെയ്ത് തിയേറ്ററുകളിൽ വിജയിച്ചതിന് പിന്നാലെ ഇപ്പോഴത്തെ ലാലേട്ടന്റെ അടുത്തൊരു സിനിമ കൂടി റീ റിലീസ് ചെയ്യുകയാണ്. അത് ദേവദൂതൻ എന്ന സിനിമയാണ്. 2000 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അടുത്ത ആഴ്ച ജൂലൈ 26 തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. 4K റിമാസ്റ്റർ ഫോർമാറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് മികച്ചൊരു സ്ക്രീൻ കൗണ്ട് തന്നെ തിയേറ്ററുകളിൽ ലഭ്യമാകുന്നതാണ്. കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യപ്പെട്ട ഏറ്റവും പുതിയ മലയാളം MT സീരീസ് ആണല്ലോ മനോരഥങ്ങൾ. MT സീരീസിൽ 9 സിനിമകളിൽ ഒന്ന് നമ്മുടെ ലാലേട്ടൻ്റെതാണ്. അത് ഓളവും തീരവും എന്ന സിനിമയാണ്. സീരീസിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂടിയാണ് ഓളവും തീരവും. പ്രിയദർശൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തുന്ന ഓളവും തീരത്തിൽ ദുർഗ, കൃഷ്ണ, മാമു കോയ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്നു. ഇപ്പോഴത്തെ സീരീസിന്റെ റിലീസ് തീയതി കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 മനോരഥങ്ങൾ റിലീസ് ചെയ്യും. വീഡിയോയിലെ 4ാമത്തെ ലാലേട്ടൻ റിലീസ് മണിച്ചിത്രത്താഴിൻ്റെതാണ്. റീ റിലീസിന് ഒരുങ്ങുന്ന ദേവദൂതന് ശേഷമുള്ള ലാലേട്ടന്റെ അടുത്ത സിനിമ കൂടിയാണ് മണിച്ചിത്രത്താഴ്. കഴിഞ്ഞ വർഷം കേരളീയം ഫെസ്റ്റിവൽ എല്ലാം തന്നെ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ഒട്ടനേകം ഹൗസ്ഫുൾ ഷോസ് എല്ലാം തന്നെയാണ് മലയാളത്തിലെ ക്ലാസിക് ചിത്രം അന്ന് നേടിയെടുത്തത്. ഇപ്പോഴത്തെ മണിച്ചിത്രത്താഴ് ഓഗസ്റ്റ് 17 തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുകയാണ്. വീഡിയോയിലെ 5ാമത്തെ സിനിമയാണ് മലക്കോട്ടെ വാലിബന് ശേഷം ലാലേട്ടന്റെ പ്രധാനപ്പെട്ട ഒരു തിയേറ്റർ റിലീസ് എന്ന് പറയാവുന്ന സിനിമ. അത് ലാലേട്ടൻ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയാണ്. ബറോസ് എന്ന സിനിമയാണത്. 3D ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രം സെപ്റ്റംബർ 12 ഓണം റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വമ്പൻ റിലീസോടെ ലോകമെമ്പാടും റിലീസ് ചെയ്യുന്ന ലാലേട്ടന്റെ ഈ വർഷത്തിലെ അടുത്ത പ്രധാനപ്പെട്ട സിനിമ കൂടിയാണ് ബറോസ്. 6ാമത്തെ സിനിമ ഇനിയും പേരിട്ടിട്ടില്ലാത്ത ലാലേട്ടൻ ശോഭന കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന L360 എന്ന സിനിമയാണ്. കരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമ ഒക്ടോബർ 10 പൂജ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ തിയേറ്റർ ഉടമകൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജയിലർ ആണെങ്കിൽ ഈ വർഷവും ലാലേട്ടൻ ഒരു ഗസ്റ്റ് കാമിയോ റോൾ ഒരു അന്യഭാഷാ സിനിമയിലുണ്ട്. അത് കണ്ണപ്പ എന്ന സിനിമയിലൂടെയാണ്. തെലുഗു സിനിമയായിട്ട് വരാനിരിക്കുന്ന പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ വിഷ്ണു മഞ്ജു നായകനെ എത്തുന്നു. അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങിയവർ മറ്റ് ഗസ്റ്റ് കാമിയോ റോളുകളിലെത്തുന്നു. ചിത്രം ഈ വർഷം പാനന്തൻ റിലീസായിട്ട് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇതിനോടകം തന്നെ നിർമ്മാതാവ് തന്നെ അറിയിച്ച മറ്റൊരു മലയാളം സിനിമയാണല്ലോ റാം. റാമിന്റെ ആദ്യ ഭാഗമാണ് ഈ വർഷം ഡിസംബറിൽ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്നത്. ലാലേട്ടൻ, ത്രിഷ, ഇന്ദ്രജിത്ത്, ദുർഗ, കൃഷ്ണ ഒപ്പം തന്നെ സംയുക്ത മേനോൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമ കൂടിയാണ് റാം. അപ്പോൾ ഈ പറഞ്ഞ 8 സിനിമകളാണ് ഇനി ഈ വർഷം ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 2024 രണ്ടാം പകുതിയിൽ ഇത്രയധികം സിനിമാ സീരീസുകളുടെ റിലീസുകളുള്ള മറ്റൊരു താരമില്ല എന്നാണ് നമ്മുടെ ഒരു അറിവ്. എന്തായാലും ലാലേട്ടൻ സിനിമകളുടെ റിലീസുകൾ കേട്ട് കാത്തിരിക്കാം. നേരത്തെ ഒരു ഘട്ടത്തിൽ റാമിനെ കൂടാതെ ഋഷഭ എന്ന മറ്റൊരു തെലുഗു സിനിമ ഒപ്പം തന്നെ L2 എമ്പുരാൻ എല്ലാം തന്നെ ഡിസംബർ റിലീസ് പ്ലാൻ ചെയ്തതാണ്. എന്നാൽ പിന്നീട് ഈ സിനിമകളെല്ലാം തന്നെ അടുത്ത വർഷത്തിലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. അപ്പോൾ കാത്തിരിക്കാം ലാലേട്ടൻ സിനിമകളുടെ റിലീസുകൾ കേട്ട്.